ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗോപൂസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് കൃഷ്ണൻ്റെ ഒരു ആലവട്ടമാണ്. അപ്പോൾ നമുക്ക് ഈ ആലവട്ടം നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഇവിടെ സാധനങ്ങളെല്ലാം കിട്ടത്തുള്ളൂ UAE-യിൽ. എങ്ങനെ ഈ ലിമിറ്റഡ് സാധനം വെച്ച് ഈ ഒരു ആലവട്ടം ചെയ്തെടുത്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം ആമസോണിൽ നിന്നും തെമ്മൂലിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലൂ വെൽവെറ്റ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ തുണി നമുക്ക് ഈ ബോർഡിനെ കവർ ചെയ്തെടുക്കുന്ന പാകത്തിലാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ നല്ല പോർഷൻ ഞാൻ തിരിച്ചിട്ടേക്കുവാണ്. എന്നിട്ട് ഈ ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ നന്നായിട്ട് ഗം ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്ലൂ B7000 എന്ന് പറയുന്ന ഗ്ലൂ ആണേ. അപ്പോൾ ഈ ഗ്ലൂ നന്നായിട്ട് തേച്ചിട്ട് ഇതുപോലെ തിരിച്ച് വെച്ച് വെൽവെറ്റ് തുണിയിലോട്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാമേ. എന്നിട്ട് ഞാൻ ഈ ചുറ്റുബാക്കിയുള്ള പോർഷനിലെല്ലാം ഗ്ലൂ ഇതുപോലെ ആക്കി കൊടുക്കുവാണ്. അതിന് മുമ്പ് നമുക്ക് ഈ തുണി ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ബോർഡിൽ നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മടക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കവർ ചെയ്ത് കിട്ടില്ല ആ റൗണ്ട് ഫോൾഡിങ്സ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ നന്നായിട്ട് ഈ ബോർഡിന് ചുറ്റുമായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഫോട്ടോയെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഗം ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മളുടെ പീലി ഇതുപോലെ ഈ കണ്ണുള്ള പോർഷൻ വെച്ച് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി ബാക്കി വന്നിട്ടുള്ള പീലിയുടെ പോർഷനെല്ലാം ഇതുപോലെ ഇതളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പിടിയിലും ഒരു 4-5 മൈപ്പീലി വെച്ചിട്ട് പിന്നെ പോർഷനായിട്ട് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മൈപ്പീലിക്ക് നല്ലൊരു കവറേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും നല്ല പ്രയാസമാണ് ഇത് കവർ ചെയ്തെടുക്കാനൊക്കെ കൊണ്ട്. അപ്പം നമ്മൾ ഫുള്ള് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓരോരോ മൈപ്പീലി വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. അതിന് ശേഷം വേണം ഈ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ. ഈ കൃഷ്ണൻ്റെ ഫോട്ടോയും ഈ സീക്വൻസും മീൻസ് ഈ ബീഡ്സും ക്രിസ്റ്റൽ ബീഡ്സും എല്ലാം വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് നോക്കണം. കാരണം നമ്മളുടെ ഉള്ള സ്പേസിനകത്ത് ഇതെല്ലാം കവർ ആവുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കിയിട്ട് വേണം നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റായതിന് ശേഷം ഞാൻ ഈ മൈപ്പീലി ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണേ. നമ്മൾ മൈപ്പീലി ഒട്ടിക്കുമ്പം എല്ലാം ഒരേ അളവിലുള്ള മൈപ്പീലി ചൂസ് എടുത്തിട്ട് വേണം ഒട്ടിക്കാൻ. അതും എല്ലാം ഒരേപോലെ തന്നെ അറേഞ്ച് ചെയ്തെടുക്കാനും നോക്കണം. കണ്ണെല്ലാം കാണുന്ന പാകത്തിന് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനൊക്കെ ഉണ്ട്. കാരണം ഈ ബീഡ്സ് ഒട്ടിക്കുന്നത് ഓവർ കവർ ചെയ്യാൻ പാടില്ല ഈ കണ്ണിന്. അപ്പോൾ മൊത്തം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് എല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൃഷ്ണൻ്റെ ഫോട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്ലൂ മൊത്തത്തിൽ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പണി. ഈ ബീഡ്സ് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യം. അത് കുറച്ച് ടൈം എടുത്ത് പേഷ്യൻസോട് കൂടിയിട്ട് വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു ബോർഡിൽ ഞാൻ 2 ഹോളിട്ട് ഇതുപോലെ ഒരു ചരടിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഈ ബോർഡ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ബാക്ക് സൈഡിലെ വൃത്തികേടും കവർ ചെയ്ത് കിട്ടും. നല്ലൊരു ഹാങ്ങിങ്ങും ആവും. ഇത് പേടിക്കാനും വേണ്ട, ഇളകി പോകത്തൊന്നുമില്ല. നമ്മളുടെ ഈ ഗ്ലൂ നല്ല ഒട്ടിപ്പുള്ളതാണ്, ഇളകി പോകത്തില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാനിത് ഡേലൈറ്റ് വെച്ചെടുത്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ
ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോയിലുള്ള ആർക്കെങ്കിലും ഈ ആലവട്ടം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ഐഡിയാസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.